രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന പിങ്ക് മണൽക്കല്ലുകളും ഇറ്റാലിയൻ മാർബിളും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. പിങ്ക് മണൽക്കല്ലുകൾ 1000 വർഷത്തിലധികം ഈട് നിൽക്കുമെന്നാണ് പറയപ്പെടുന്നത്. 700 കോടി ഇന്ത്യൻ രൂപയാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ മുഴുവൻ നിർമ്മാണ ചെലവായി കണക്കാക്കപ്പെടുന്നത്. ക്ഷേത്രത്തിന്റെ എക്സ്റ്റൻഷൻ വർക്കുകളൊക്കെ ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ചെറിയൊരു കഫ്റ്റീരിയ ഉണ്ട്. ക്ഷേത്രത്തിന്റെ വെളിയിലോ പരിസരത്തോ മറ്റു ഹോട്ടലോ കഫ്റ്റീരിയകളോ ഒന്നും തന്നെ ഇല്ല. ചെറിയ രീതിയിലുള്ള ചായയും സ്നാക്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ ഇവിടുന്ന് ചായയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് കുറച്ചേരം ഇവിടെ നിന്ന് വിശ്രമിച്ചു. സന്ധ്യയ്ക്ക് ഏകദേശം 6:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെയുള്ള ഗാലറിയിൽ മൊത്തം ആൾക്കാർ നിറഞ്ഞിരുന്നു. എന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഞാൻ അവിടെ പൂജ നടക്കുന്നതായിട്ട് കണ്ടത്. ഗംഗാ ആരതി പൂജയാണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ ഗംഗാ ആരതി പൂജ. ഈ ഒരു പൂജയിൽ പങ്കെടുക്കാനും കണ്ടു തൊഴാനും വേണ്ടി നിറയെ പേരാണ് ഇവിടെ എത്തുന്നത്. വൈകിട്ട് 6:45 പിന്നെ 7:30 ഈ ഒരു പൂജ ഇവിടെ നടക്കുന്നത്. എനിക്ക് കൗതുകമായി തോന്നിയത് നമ്മുടെ നാട്ടിലെ തിരിവിളക്കിന് പകരം ഇവിടെ LED ലാമ്പുകളാണ് ഉപയോഗിക്കുന്നത്. പ്രാർത്ഥനയും ഭക്തിഗാനങ്ങളും ഒക്കെയായി ക്ഷേത്രം മൊത്തം ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ്. എല്ലാ മതത്തിൽപ്പെട്ടവരും ഇവിടെത്തി ഗംഗാ